friends, welcome back to Neha's Kitchen. ഇന്നത്തെ റെസിപ്പി എൻ്റെ നാട്ടിലെ സ്പെഷ്യലാണ്. ഇഡ്ഡലി മാവ് ദോശ മാവ് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കളയാതെ നമുക്ക് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല, ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി എടുക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ട് മോർണിംഗ് അല്ലെങ്കിൽ നമ്മൾ പിള്ളേർ എപ്പോഴും ഡെയിലി ഇഡ്ഡലിയാ ദോശ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ സമയത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഡിഷായിട്ട് അവർക്ക് കൊടുക്കാം. ഇതിൻ്റെ പേരാണ് ഡോക്ല. ഇത് എൻ്റെ നാട്ടിലെ സ്പെഷ്യൽ, ഹൈദരാബാദിലുള്ള സ്പെഷ്യലാണ്. സോ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡോക്ല എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നമുക്കിനി താമസിക്കാതെ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പം ഇത് കടലമാവ്, ഇത് ഇഡ്ഡലി ബാലൻസ് വന്ന മാവ്, പിന്നെ ഇത് വന്നിട്ട് കേട്. സോ നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഫിൽട്ടർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കടലമാവ്, അല്ലെങ്കിൽ ഇതിലേക്ക് ലംസ് വെല്ലം കാണും. സോ അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ നേരത്തെ ഫിൽട്ടർ ചെയ്തിട്ടങ്ങ് എടുക്കണം. ഇത് എൻ്റെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ്, ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഫുഡ്. നമുക്ക് ഇതൊക്കെ ലംസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. ഇത് ഹൈദരാബാദ് സ്പെഷ്യലാണ്. സോ അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഇഡ്ഡലി മാവ് നമുക്കിപ്പം ഈ ബാലൻസ് വരുന്നത് നമുക്കൊന്നും ഇഡ്ഡലി ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. സോ നമുക്കതിപ്പം കളയണം, എന്ത് ചെയ്യുക ഒന്ന് വിചാരിക്കാതെ നമുക്കിങ്ങനെയും കൂടി അങ്ങ് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വാട്ടർ, നമുക്കിതിലേക്ക് കുറച്ച് വാട്ടർ കൂടി അങ്ങ് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. ഇതിന് ഇത് എപ്പോഴും നമ്മൾ റൊട്ടേറ്റ് ചെയ്യണത് എപ്പോഴും ഒരേ ലെവലിലായിരിക്കും, തിരിച്ചു മറിച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഏത് വേല പോകുന്നു അതിൽ തന്നെ നമുക്ക് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ബാറ്റർ ഈ കൺസിസ്റ്റൻസിക്ക് വരണം. അന്ന് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ബാലൻസ് ഉള്ള ഇഡ്ഡലി മാവ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഈ ചില്ലി പിന്നെ ഇഞ്ചിയും കൂടി ഇടാം. എൻ്റെ മോളിക്ക് സ്പൈസസ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഒരു നാരങ്ങ പിരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഹാഫ് നാരങ്ങയാണ് പിരിയണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിരിക്കുന്ന കേട് പുളിയുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാത്തത്, കൂടുതൽ നാരങ്ങ എടുക്കാത്തത്. അത് പുളി ഇല്ലെങ്കിൽ നമുക്ക് കേട് പുളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു പീസ് കൂടി നാരങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കാം. ഒരു 30 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ സെറ്റാവും. നമ്മൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് നോക്കാം. ഈ നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്യുന്നത്. സെയിം അതിൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് നമ്മളെ മാവൊക്കെ നന്നായിട്ടും കുതിർത്തൊക്കെ വരുന്നു. ഇപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കേക്ക് ചെയ്യുന്ന അതായാലും കൂടി മതി. ഞാൻ പക്ഷേ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിരിക്കുന്നു. ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം.
ഞാനിതിലേക്ക് ഇച്ചിരി ഓയിലാണ് തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടും ഇത് ഇളകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഡോക്ല നന്നായിട്ട് വിളങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടു ടൈംസ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടും ടാപ്പ് ചെയ്യാം. ഇതപ്പം അടിയിലുള്ള ബബിൾസ് എല്ലാവും മാറി വരും. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓൾറെഡി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു സ്റ്റാൻഡ് കൂടി ഞാൻ ഇട്ടിട്ട് നമ്മുടെ ഈ പ്ലേറ്റ് ഈ ഡോക്ല ഉള്ള മാവ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം അടച്ചിട്ട് നമുക്ക് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് സിമ്മിലുണ്ടാക്കാം. സിമ്മിലാണ് വെക്കേണ്ടത് സ്റ്റവ്. ഇപ്പം ഇതിവിടെ 20 മിനിറ്റ്സ് ആയി. ഞാനിത് തുറന്ന് നോക്കാം. ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു. കത്തി വെച്ച് പ്രിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കത്തി വെച്ച് പ്രിക്ക് ചെയ്താലോ ടൂത്ത് പിക്ക് വെച്ച് പ്രിക്ക് ചെയ്താലോ ഇങ്ങനെയൊക്കെ വരണം. അപ്പോഴാണ് നമ്മുടെ ഡോക്ല റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിന് കടുക് പൊട്ടിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ല ഇപ്പം തണുക്കാൻ വേണ്ടി വെച്ചു. വെളിയിൽ ഒരു ചീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി ഇതിലേക്ക് കടുകിട്ട് കടുക് ചൂടായി വന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഒരു മുളക് ഞാൻ 2 ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അധികം സാധനങ്ങളൊന്നും ഇടാണ്ട. നമ്മൾ കറി പൊട്ടിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടാണ്ട. ജസ്റ്റ് ഞാനൊരു മുളകാണ് ഇട്ടത്. പിന്നെ അതിൽ ഒട്ടും സ്പൈസി ഇല്ലല്ലോ. അതിലൊക്കെ ഞാൻ അധികം സ്പൈസി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടത്. അത് ഏകദേശം ചിട്ടപ്പെട്ടായപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഡോക്ലാനെ ഇളക്കിയെടുക്കാം. പ്ലേറ്റിൽ നിന്ന് സൈഡ് വൈസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങ് എടുക്കാം. സൈഡിൽ ഇളക്കിയ ശേഷം നമുക്ക് ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇടങ്ങി വന്നു. പിന്നെ തിരിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു പാത്രം കൂടി ഇട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം.
നമ്മളിപ്പോൾ ഇതിന് പീസസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഇത് എൻ്റെ നാട്ടിൽ ഹൈദരാബാദിൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ്. നമുക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡാണ്, നല്ല ഈസി ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു ഇഡ്ഡലി മാവ് തീർന്നു പോയില്ല, കുറച്ചേ ഉള്ളൂ, അത് 2 ഇഡ്ഡലിക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് കളയാനും ഒരു മനസ്സ് വരത്തില്ല. ആ സമയത്തിൽ നമുക്കിങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ് പോലെ അങ്ങ് എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തില്ലേ, കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേളിലങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമുക്ക് ഡോക്ല എത്ര നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയായി. നമുക്കിത് കണ്ണുണ്ടിരുന്നപ്പോഴേ എനിക്ക് കൊതി വരുന്നു. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോഴിവിടെ ഡോക്ല റെഡിയായി. ഇത് നല്ല സ്പോഞ്ച് പോലെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് വെറുതെ വെച്ചും കഴിക്കാം, ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇത് തിന്നാം. ഇത് വൈറ്റ് ചമ്മന്തി ആയിട്ട് കഴിക്കാം, സോസ് വെച്ച് കഴിക്കാം, എങ്ങനെയായാലും കഴിക്കാം. നല്ല ടേസ്റ്റിയുമാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല ഹെൽത്തി ഫുഡ് കൂടി. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.